സീരിയൽ സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത മരണം വലിയ നടുക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിലും സഹപ്രവർത്തകരിലും അതുപോലെ സീരിയൽ പ്രേക്ഷകരിലുമൊക്കെ സൃഷ്ടിച്ചത്. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് മരണകാരണമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. കട്ടിലിന് താഴെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. 4 ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ മുറി വിട്ട് അധികം പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം. കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നെന്നും എന്നാൽ കൃത്യമായ അസുഖത്തിന് ചികിത്സ തേടാത്ത അല്ലെങ്കിൽ കൃത്യമായ മരുന്നൊക്കെ കഴിക്കാത്ത ഒരു രീതി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും സീരിയൽ സംവിധായകനും അണിയറ പ്രവർത്തകനും ഒക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു പ്രമുഖ ചാനലിലെ സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദിലീപ് ശങ്കർ. ഇത്തരത്തിൽ എറണാകുളത്ത് താമസമാക്കിയ താരം സീരിയൽ ഷൂട്ടിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഷൂട്ടിങ്ങിന് ബ്രേക്ക് വന്നതിനാൽ ഹോട്ടലിൽ മുറിയെടുക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിച്ചപ്പോൾ നടനെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്ന് സീരിയൽ അണിയറ പ്രവർത്തകർ പറഞ്ഞു. നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് സീരിയലിലെ പ്രൊഡക്ഷൻ കൺട്രോളർ അടക്കം അണിയറ പ്രവർത്തകരൊക്കെ ഹോട്ടലിൽ തിരക്കിയെത്തുകയായിരുന്നു. മുറിയിൽ നിന്ന് ദുർഗന്ധം വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹോട്ടൽ ജീവനക്കാർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പിന്നീട് തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ പോലീസ് സംഭവസ്ഥലത്ത് ഉടനെ എത്തിയിരുന്നു. കന്റോൺമെന്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഹോട്ടലിന് പുറത്തേക്ക് എത്തിച്ചത്. 2 ദിവസമായി റൂമിന് വെളിയിലേക്ക് കാണാത്തത് ഷൂട്ടിങ്ങിനായി പോയതിനാലാണ് എന്ന് ധരിച്ചെന്നും ഹോട്ടൽ ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് 28-ാം തീയതിയും അദ്ദേഹത്തെ ഹോട്ടലിൽ കണ്ടിരുന്നുവെന്നും ഹോട്ടൽ സെക്യൂരിറ്റി അടക്കം പറയുന്നുണ്ട്. ഹോട്ടലിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ രാവിലത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കുന്നതായിരുന്നു പതിവെന്നും ആ ജീവനക്കാർ പറയുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ, അതായത് ചിലപ്പോഴെന്ന് പറയാൻ സാധിക്കില്ല, ഈ ഒരു അണിയറ പ്രവർത്തകരും സംവിധായകനും ഒക്കെ പറയുന്നത് അനുസരിച്ചിട്ട് മിക്കപ്പോഴും അദ്ദേഹത്തിന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ എടുക്കാത്തൊരു ശീലം, അസൗകര്യമൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഫോൺ എടുക്കാത്തൊരു ശീലം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തിരിച്ചു വിളിക്കുന്ന ഒരു ശീലം ഈ ഒരു താരത്തിന് ഉണ്ടായിരുന്നുവെന്നും ഈ ഒരു ദിലീപ് ശങ്കർ ഉണ്ടായിരുന്നുവെന്നും സീരിയൽ സംവിധായകൻ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഫോൺ എടുക്കാത്തത് ഒരു സ്വാഭാവിക കാര്യമായി തോന്നിയതിനാലാണ് ഇത്തരത്തിൽ 2 ദിവസത്തോളം ആരും തിരക്കി വരാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് സീരിയൽ അണിയറ പ്രവർത്തകരും മറ്റും പറയുന്നത്. സീരിയൽ രംഗത്തെ പലരും അദ്ദേഹവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തികളുമായിരുന്നു. പലരും നടന്റെ മരണവുമായി ബന്ധപ്പെട്ട് വികാര നിർഭരമായ പ്രതികരണങ്ങളാണ് പങ്കുവെക്കുന്നത്. സിനിമാ സീരിയൽ താരമായ സീമ ജി നായർ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ പങ്കുവച്ചത്. ആദരാഞ്ജലികൾ. 5 ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ, അന്ന് തലവേദനയായി കിടന്നത് കൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത്? ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര, എന്ത് എഴുതണമെന്ന് അറിയില്ല. ആദരാഞ്ജലികൾ എന്നാണ് സീമ ഫേസ്ബുക്കിൽ കുറിച്ചത്. 7 സുന്ദര രാത്രികൾ, നോർത്ത് 24 കാതം, ചാപ്പ കുരിശ്, കല്ലുകൊണ്ടൊരു പെണ്ണ് തുടങ്ങി നിരവധി സിനിമകളിലും അമ്മയറിയാതെ, പഞ്ചാഗ്നി തുടങ്ങി നിരവധി സീരിയലുകളിലും ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കരൾരോഗം ഗുരുതര ഘട്ടത്തിലായിരുന്നുവെന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചു. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒരു മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് സംഭവം അന്വേഷിക്കുന്നത്. നിലവിൽ ദുരൂഹതകളൊന്നും കണ്ടെത്താനായില്ലെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ ഒരു സീരിയലിൽ, നിലവിൽ പഞ്ചാഗ്നി എന്നൊരു സീരിയലിൽ നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവെയാണ് ആ ഒരു ഷൂട്ടിങ്ങിനിടയിലാണ് ഈ ഒരു താരത്തിന് ഇത്തരത്തിൽ താരത്തിനെ മരിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.